കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് പുറത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ബാരിക്കേഡുകളും അടക്കം പാകിസ്ഥാൻ എടുത്തു മാറ്റിയിരുന്നു. ഇതിന് ഇന്ത്യയുടെ തകർപ്പൻ തിരിച്ചടി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുൻപിലുള്ള ബാരിക്കേഡുകളും മറ്റും എടുത്തു മാറ്റി ഇന്ത്യ ശക്തമായ ഒരു തിരിച്ചടി നൽകി. ട്രാഫിക് ബോർഡുകൾ, ബാരിക്കേഡുകൾ, മറ്റ് അനുബന്ധ ഘടകങ്ങളെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഈ വിസയ്ക്കും മറ്റുമൊക്കെ പോകുന്നവർക്ക് ഒരു ക്യൂ സിസ്റ്റം അറേഞ്ച് ചെയ്തിരുന്നു. ആ ബാരിക്കേഡുകളും നീക്കിയിട്ടുണ്ട്. ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഇന്ത്യ ആ ദിവസം തിരഞ്ഞെടുക്കാനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ അംബാസഡർ, ഇന്ത്യയിലുള്ള അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ കാശ്മീരിലെത്തുകയും കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയുടെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ഒരു കനത്ത തിരിച്ചടി പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. പൊതുവെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നല്ല ഒരു രസത്തിലല്ല, ഇല്ലെങ്കിൽ നല്ല ഒരു സുഖകരമായ ഒരു അന്തരീക്ഷത്തിലല്ല ഇരു രാജ്യങ്ങളും പോകുന്നത്. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ്. ആ സംഘർഷത്തിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഇരു രാജ്യങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഇരു രാജ്യങ്ങളുടെയും ഹൈക്കമ്മീഷൻ ഓഫീസുകളുടെ മുമ്പിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപായിരുന്നു. ഹൈക്കമ്മീഷൻ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഇരു രാജ്യങ്ങളും തിരിച്ചു വിളിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു കാഴ്ച കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.